ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് റവ ലഡു അല്ലെങ്കിൽ തരി ഉണ്ട എന്നൊക്കെ പറയും. ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് വറുക്കാത്ത റവ എടുക്കുകയാണ് നല്ലത്. ഇനി വറുത്ത റവയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുപോലെ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അതുവരെ നമുക്ക് വറുത്തെടുക്കണം. ഈ റവക്ക് ചില ഭാഗത്തൊക്കെ തരി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, തലശ്ശേരി ഭാഗത്തൊക്കെ അവരൊക്കെ എപ്പോഴും തയ്യാറാക്കുന്നതാണ് ഈ ഒരു തരിയുണ്ട. ഇത് കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ ആ പാനിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റണം. അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂടുകൊണ്ട് പിന്നീട് റവ കരിഞ്ഞു പോകും. ഇനി അതേ പാനിൽ തന്നെ ഞാൻ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ പഞ്ചസാര എടുക്കുമ്പോൾ നല്ല മധുരമുണ്ട്. ഇനി നിങ്ങൾക്ക് കുറവാണെങ്കിൽ 1.5 കപ്പ് എടുത്താൽ മതി. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കണം. തേങ്ങ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല മൂത്ത് പോയ തേങ്ങ ഉണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുക്കാതെ നല്ല പച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ഈ ഒരു തരിയുണ്ടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് തേങ്ങ കുക്കാവാതിരിക്കും. ഒരു 4-5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ തേങ്ങ നല്ലപോലെ കുക്കായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയും വെള്ളവും പാടെ ചേർത്ത് ആ ടൈമിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. അല്ലാതെ പഞ്ചസാര ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ നമ്മൾ തരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് ഹാർഡായി പോകും. തേങ്ങ അങ്ങനെ 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്കിത് ഒരുപാട് ദിവസം സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിലല്ലെങ്കിൽ പുറത്തൊക്കെ ഒരു ഡപ്പയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. തേങ്ങ കുക്കാവാതെ ആണെങ്കിൽ നമുക്ക് 1-2 ദിവസം മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഈ പഞ്ചസാരൻ്റെ ഇതൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുഴച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതിലേക്കാണ് റവ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് വെള്ളം കിട്ടണം. ഇപ്പോൾ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ ഇത് മിക്സാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം കുറവാണ് തോന്നുകയാണെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഇതിൽ വെള്ളത്തിന് പകരം നമ്മൾ പാല് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഇട്ട ടൈമിൽ വെള്ളം ചേർക്കുമ്പോൾ പാല് ചേർത്ത് കൊടുക്കുക. പക്ഷേ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റവ വറുത്തെടുത്തത് നെയ്യ് ചേർക്കാതെയാണ്. അതാണ് ഈ ടൈമിൽ ഞാൻ നെയ്യ് ചേർത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്തിട്ടും റവ വറുത്തെടുക്കാം. പക്ഷേ അതിനേക്കായി ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ ടൈമിൽ നെയ്യ് ചേർക്കുമ്പോഴാണ്. ഇനി ഇത് ചൂടോടെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ചൂടോടെ തന്നെ നെയ്യൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ചൂടാറാൻ വെയിറ്റ് ചെയ്യേണ്ട. ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ ബോൾസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരിയും കശുവണ്ടിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ തരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ് കേട്ടോ ഇത്. വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ പഴയ ആൾക്കാരുണ്ടാക്കുന്ന അതേ രുചിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തവരൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രം കാലിയാകും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക.